ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഒരു ഉപതിരഞ്ഞെടുപ്പോളം പ്രാധാന്യമുള്ള വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ആരവം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. UP അടക്കമുള്ള 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു അന്തരീക്ഷം, പ്രധാനപ്പെട്ട മാറ്റത്തിൻ്റെയോ അല്ലെങ്കിൽ തുടർച്ചയുടെയോ സ്പഷ്ടമായ സൂചന തരുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറും എന്ന് ഉറപ്പായിരിക്കുന്നു. അധികാരത്തിൽ 5 വർഷത്തിൻ്റെ ആദ്യ പകുതി താണ്ടി പ്രധാനമന്ത്രി നേരിടുന്ന വലിയ ഒരു അഗ്നിപരീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷന് ശേഷം, നോട്ട് റദ്ദാക്കലിന് ശേഷം വാരണാസിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ഇപ്പോൾ വാരണാസിയിലെ തുന്നൽക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ നെയ്ത്തുകാരെ പൂർണ്ണമായും ദാരിദ്ര്യത്തിലോ അർദ്ധ പട്ടിണിയിലേക്കോ തള്ളിവിട്ടിരിക്കുന്ന ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപനത്തിന് ശേഷം, ആ പരിഷ്കാരത്തിന് ശേഷം, തുഗ്ലക്കിയൻ പരിഷ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിഷ്കാരത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പെന്ന നിലയ്ക്ക് മോദിക്ക് വലിയ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിന് നൽകാതിരിക്കാൻ കഴിയില്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ തിരശ്ശീല ഉയരുന്നു. തെരഞ്ഞെടുപ്പുകൾ യാഥാർത്ഥ്യമാകുന്നു. 7 ഘട്ടം തെരഞ്ഞെടുപ്പാണ് UPയിൽ. അതിൽ 1-ാം ഘട്ടത്തിൻ്റെ വിജ്ഞാപനം വന്നു. ആദ്യം 73 മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 24-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 27-ന് അത് പിൻവലിക്കുന്ന അവസാന തീയതി. ഫെബ്രുവരി 11-ന് വോട്ടെടുപ്പ്. 73 മണ്ഡലങ്ങളിലെ ആ വോട്ടെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയ കക്ഷികൾ പുതിയ ശാക്തിക ചേരികളിലേക്ക് നീങ്ങുന്നത്, അത് ബീഹാറിൽ നിന്ന് പഠിച്ച പാഠം ഇപ്പോഴിതാ UPയും ആവർത്തിക്കാൻ പോകുന്നു എന്ന നിലയ്ക്ക് വാർത്ത വരുന്നു. ബീഹാറിനെ മാതിരി ഒരു വിശാല സഖ്യത്തിൻ്റെ വീതിയിലേക്ക് സഞ്ചരിക്കുന്നു UP രാഷ്ട്രീയവും. അതേ സംബന്ധിച്ച വാർത്ത മാധ്യമം 1-ാം പുറത്ത് വളരെ പ്രാധാന്യത്തോടെ തരുന്നു. അതിൻ്റെ ആദ്യ ഭാഗമായി അഖിലേഷും കോൺഗ്രസും ഒന്നിച്ചു എന്ന നിലയ്ക്കാണ് വാർത്ത തരുന്നത്. കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരു സഖ്യത്തിലേക്ക് എത്തിച്ചേരാൻ ധാരണയായി. തുടർന്ന് മറ്റ് കക്ഷികളും അതിലേക്ക് എത്തും. SP, കോൺഗ്രസ്, JDU, തൃണമൂൽ, രാഷ്ട്രീയ ലോക്ദൾ തുടങ്ങിയ പാർട്ടികൾ ഒക്കെ ഒരു മുന്നണിയിലേക്ക് നീങ്ങുന്നു. ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിശാല ഐക്യത്തിൻ്റെ സാധ്യത രംഗത്ത് വരുന്നു. അതാണ് കേളികൊട്ട് തുടങ്ങിയ UPയിലെ തെരഞ്ഞെടുപ്പ് രംഗം പ്രാധാന്യത്തോടെ നമുക്ക് കാണിച്ചു തരുന്നത്. അഖിലേഷും കോൺഗ്രസും ഒന്നിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സമവാക്യങ്ങളിൽ ഊന്നി നിന്ന BJPയെ പുതിയ ധ്രുവീകരണം ആശയക്കുഴപ്പത്തിലാക്കുന്നു, ആശങ്കപ്പെടുത്തിയിരിക്കുന്നു എന്ന് മാധ്യമം നിരീക്ഷിക്കുന്നു. മഹാസഖ്യത്തിന് മുന്നൊരുക്കം. BJPക്കും മായാവതിക്കും വലിയ പിരിമുറുക്കം. കഴിഞ്ഞ തവണ ഒരൊറ്റ MPയെ പോലും ലഭിക്കാതിരുന്ന 20% വോട്ടുണ്ടായിട്ടും ലഭിക്കാതിരുന്ന മായാവതിയും BJPയെ മാതിരി ഒറ്റപ്പെടലിൻ്റെ ഭീഷണിയിൽ തന്നെയാണ് നിൽക്കുന്നത്. AS സുരേഷ് കുമാർ ആ വാർത്ത ഇപ്രകാരം തരുന്നു മാധ്യമത്തിലൂടെ, അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ. സമാജ്വാദി പാർട്ടിയെ ഇനി പൂർണ്ണമായും നയിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി അഖിലേഷ് യാദവാണ് എന്നുറപ്പായതോടെ UPയിൽ തെരഞ്ഞെടുപ്പ് ചിത്രം മാറുന്നു. സമാജ്വാദി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുമെന്നും അഖിലേഷിനെ നായകനാക്കി മുന്നോട്ട് പോകുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. അടുത്ത ദിവസം തന്നെ സഖ്യത്തിൻ്റെ വിശദാംശങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് അഖിലേഷും വ്യക്തമാക്കിയ അജിത് സിംഗിൻ്റെ രാഷ്ട്രീയ ലോക്ദളും സഖ്യത്തിൽ പങ്കാളിയായേക്കും എന്നാണ് മാധ്യമം പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല. ബീഹാർ മാതൃകയിൽ UPയിൽ മഹാസഖ്യമുണ്ടാക്കുന്നതിൽ തൻ്റെ പിന്തുണ RJD നേതാവ് ലാലു പ്രസാദ് യാദവ് വാഗ്ദാനം ചെയ്തു. അഖിലേഷിൻ്റെ പ്രചാരണത്തിന് ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയായ മകൻ തേജസ്വി പ്രതാപിനൊപ്പം UP പര്യടനം നടത്തുമെന്നും ലാലു പ്രസാദ് പ്രഖ്യാപിച്ചു. കോൺഗ്രസും RLDയും സാധ്യമായ മറ്റു പാർട്ടികളും BJPക്കെതിരെ ഒന്നിക്കണമെന്ന ആഹ്വാനമാണ് ലാലു നൽകുന്നത്. കോൺഗ്രസും അതുമാതിരി സമാജ്വാദി പാർട്ടിയും കഴിഞ്ഞാൽ JDU, തൃണമൂൽ, രാഷ്ട്രീയ ലോക്ദൾ തുടങ്ങിയവയൊക്കെ ആ മഹാസഖ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവരുടെ സമ്മതി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ട് UP എന്ന ഏറ്റവും വലിയ സംസ്ഥാനം, 403 നിയമസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം, ആ സംസ്ഥാനം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു വിശാല സഖ്യത്തിൻ്റെ അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഫെബ്രുവരി 11 തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ആ വാർത്ത എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ നമുക്ക് ഇന്ന് തന്നിരിക്കുന്നു. നോട്ട് റദ്ദാക്കലിൻ്റെ ആ കാലഘട്ടമുണ്ടല്ലോ, നവംബർ 8 അത് പ്രഖ്യാപിച്ച് നടപ്പാക്കിയ കാലഘട്ടത്തിൽ ആദ്യ ദിവസങ്ങളിൽ നോട്ട് മാറിയെടുക്കാനും അതുപോലെ തന്നെ പഴയ 1000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകൾ ബാങ്കുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുമുള്ള വലിയ തിരക്കും നീണ്ട നിരകളും ഒക്കെ ബാങ്കുകളിൽ രൂപം കൊണ്ടിരുന്നു. വലിയ അന്തർസംഘർഷത്തിൻ്റെ ആ നാളുകളുടെ ഇടയിൽ BJPക്കാർ ഗൗരവതരമായ ഒരാക്ഷേപം CPM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും പൊതുവിൽ ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്നത് CPM-ൻ്റെ നേതാക്കളുടെ കള്ളപ്പണം ഒളിച്ചു വയ്ക്കുന്ന ഒരു ഒളിത്താവളമാണ് എന്ന നിലയ്ക്കാണ് BJPയുടെ ചെറുതും വലുതും ഇടത്തരവുമായ നേതാക്കൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. വലിയ തോതിലാണ് ആ പ്രചാരണം അവർ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരളവോളം കേരളത്തിലെ മാധ്യമങ്ങളും ആ പ്രചാരണം ഏറ്റെടുക്കുകയുണ്ടായി. നമുക്കറിയാം, സഹകരണ രംഗത്തെ ബാങ്കുകളെ സംബന്ധിച്ചും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള അതിൻ്റെ പ്രാധാന്യം, പ്രസക്തി റിസർവ് ബാങ്കിൻ്റെ മുന്നിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആഭിമുഖ്യത്തിൽ, മുഖ്യമന്ത്രിയുടെ തന്നെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിരോധം രൂപപ്പെടുന്ന യോഗങ്ങൾ നടന്ന ആ സംഘർഷബന്ധുരമായ നാളുകൾ, ആ നാളുകളിലാണ് RSSകാരും സംഘപരിവാറും BJPയും ഒക്കെ ഒന്നിച്ച് മുന്നിട്ടിറങ്ങി വലിയ ഒരു സംഘഗാന ആലാപനം നടത്തിയത് ഈ സഹകരണ ബാങ്കുകളെക്കുറിച്ചും സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചും. 2 കോടിയോളം മലയാളികൾ വിശ്വസിച്ചാശ്രയിക്കുന്ന ആ സഹകരണ പ്രസ്ഥാനത്തെ അപ്രകാരം അബ്യൂസ് ചെയ്യുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, അപമാനിക്കുമ്പോൾ എന്തായിരുന്നു അവരുടെ കയ്യിലുള്ള തുരുപ്പ് ചീട്ട്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ നോട്ട് മാറുന്ന നോട്ട് എടുക്കാൻ, റദ്ദാക്കിയ നോട്ട് എടുക്കാൻ ഈ സഹകരണ ബാങ്കുകളെയും അനുവദിച്ചിരുന്നു. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പൊടുന്നനെ അതവർ നിർത്തിവെച്ചപ്പോഴാണ് സംഘികൾ ഈ വലിയ ആക്ഷേപം ഉയർത്തിവിട്ടത്. ആ ആക്ഷേപത്തിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടായിരുന്നുവോ? ഇന്ന് ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത കാണുക. സഹകരണ ബാങ്കുകളിൽ കള്ളപ്പണമില്ല എന്ന് RBI നിലപാടെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ RBIയുടെ നിലപാടുകൾ അത് വെളിവാക്കുന്നത് ദേശാഭിമാനി തുറന്നു കാണിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. M. പ്രശാന്താണ് ദില്ലിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അസാധുവാക്കിയ 500-1000 രൂപ നോട്ടുകളുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ എന്തെങ്കിലും ക്രമക്കേട് നടന്നതായി ഒരറിവുമില്ല എന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് മറുപടിയായാണ് ഇക്കാര്യം അറിയിച്ചത്. നവംബർ 8 മുതൽ ഡിസംബർ 10 വരെ രാജ്യത്തെ സഹകരണ ബാങ്കുകളിൽ ഏതെങ്കിലും തരം ക്രമക്കേട് നടന്നതായി അറിവുണ്ടോ എന്ന ചോദ്യമാണ് വിവരാവകാശ നിയമപ്രകാരം ഉന്നയിച്ചത്. നോട്ട് കൈമാറ്റത്തിൻ്റെ മറവിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ വൻ ക്രമക്കേടുണ്ടായി എന്ന് BJPയും സംഘപരിവാർ അനുകൂല സാമ്പത്തിക നിരീക്ഷകരും ആരോപിച്ചിരുന്നു. ഒരു വിഭാഗം മാധ്യമങ്ങളിൽ നിന്ന് ഏറ്റെടുത്തു. BJP സമ്മർദ്ദത്തെ തുടർന്ന് പഴയ നോട്ട് കൈമാറാൻ സഹകരണ ബാങ്കുകൾക്കുള്ള അധികാരം നവംബർ 14 കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ ഭാഗമായി RBI പിൻവലിച്ചു. പഴയ നോട്ട് സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതും വിലക്കി. റിസർവ് ബാങ്ക് മറുപടിയോടെ BJPയും RSSും കുരുക്കിൽ. സംസ്ഥാന സഹകരണ ബാങ്കുകളിലോ ജില്ലാ ബാങ്കുകളിലോ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേട് നടക്കുന്നതായുള്ള രേഖകൾ തങ്ങളുടെ പക്കലില്ല എന്ന് റിസർവ് ബാങ്ക് പറഞ്ഞു. അത്തരം ആധികാരിക രേഖയൊന്നുമില്ലാതെയാണ് റിസർവ് ബാങ്ക് നോട്ട് മാറ്റാനും നോട്ട് എടുക്കാനുമുള്ള സഹകരണ ബാങ്കുകളുടെ അവകാശത്തെ ഹനിച്ചത്. അതവരെടുത്തു മാറ്റി. ആദ്യം നൽകി, പിന്നെ എടുത്തു മാറ്റി. അങ്ങനെ എടുത്തു മാറ്റുന്നതിന് പ്രത്യേകിച്ച് ഒരു വിവരവും RBIയുടെ കയ്യിൽ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നതാണ് ഈ വാർത്തയിൽ നിന്ന് തെളിയുന്നത്. അതായത് ഏകപക്ഷീയമായി സർക്കാർ പറഞ്ഞു, അത് അവർ നടപ്പാക്കി. സർക്കാർ പറയുന്നതിന് കാരണം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ താറടിച്ച് കാണിച്ച് അവിടെ ഏതെങ്കിലും ഒരിടം തങ്ങൾക്കായി ഉണ്ടാക്കാൻ കഴിയുമോ
എന്ന വലിയ കള്ളപ്രചാരണം അഴിച്ചുവിട്ട ബി ജെ പിക്കാരുടെ മുൻകൈയായിരുന്നു. അങ്ങനെ ബി ജെ പിക്കാരുടെ മുൻകൈയിൽ റിസർവ് ബാങ്കിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാം എന്ന് വിചാരിച്ചവർ മലയാളിയെയും മലയാളത്തെയും സ്നേഹിക്കുന്നവരല്ല എന്ന് അന്ന് ജനാധിപത്യവാദികൾ അവകാശപ്പെട്ടത് പറഞ്ഞത് ഇന്ന് ശരിയായി മാറിയിരിക്കുന്നു. ഏതായാലും സഹകരണ രംഗത്തെ ഈ സംഭവഗതികളെ സംബന്ധിച്ച പുതിയ വിവരങ്ങൾ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലപാട് തന്നെ പുറത്തേക്ക് വന്ന സാഹചര്യത്തിൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് അന്ന് ബഹളം വെച്ച് തെരുവുകളിൽ കൂകി വിളിച്ച് നടന്ന നമ്മുടെ BJP നേതാക്കൾ. അതാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. നോട്ട് റദ്ദാക്കലിനെ തുടർന്ന് ജനങ്ങൾ അന്നു മുതൽ ഇന്ന് വരെ ദുരിതത്തിൽ തന്നെയാണ് കഴിയുന്നത് എന്ന തൻ്റെ നിലപാട്, ആ നോട്ടുമാറ്റം ശാസ്ത്രീയമായി നടത്തിയതല്ല എന്ന തൻ്റെ മുൻ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നു MT വാസുദേവൻ നായർ. MT വാസുദേവൻ നായരുടെ ആദ്യ പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് BJPയുടെ നേതാവ് രാധാകൃഷ്ണൻ രംഗത്ത് വരികയുണ്ടായി. ഇപ്പോൾ BJPയുടെ സമ്മേളനം നടക്കുകയാണ്, നേതൃയോഗങ്ങൾ നടക്കുകയാണ് കോട്ടയത്ത്. അങ്ങനെ നടന്നയിടത്ത് വെച്ച് രാധാകൃഷ്ണനെ ഇക്കാര്യത്തിൽ BJP വിമർശിച്ചു എന്ന് പറയുന്നു. BJP വിമർശിച്ചു എന്ന് ഇരിക്കട്ടെ, രാധാകൃഷ്ണൻ്റെ ഈ വിമർശനം അന്ന് കുമ്മനം രാജശേഖരനും ഏറ്റെടുത്ത് പറയുകയുണ്ടായി. MT വാസുദേവൻ നായർക്ക് നോട്ട് റദ്ദാക്കൽ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള ആ നിലയ്ക്കുള്ള വിവരമോ വിദ്യാഭ്യാസമോ ഒന്നുമില്ല, അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനൊന്നുമല്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞു കളഞ്ഞത്. സത്യത്തിൽ MT വാസുദേവൻ നായർ നോട്ട് നിരോധനത്തെക്കുറിച്ചോ അതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും സംസാരിച്ചില്ല. മറിച്ച് നോട്ട് നിരോധനം മൂലം ബഹുജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതാണ് അദ്ദേഹം വിശദീകരിച്ചത്. അശാസ്ത്രീയമായി നോട്ട് നിരോധനം നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ജനങ്ങൾ ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ കണ്ട ഇന്ത്യയുടെ ചിത്രമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതുകൊണ്ടും തീർന്നില്ല, അശാസ്ത്രീയമായി നോട്ട് നിരോധനം ഏർപ്പെടുന്ന രാജ്യങ്ങൾ തകർച്ചയിലേക്കാണ് സഞ്ചരിച്ചത് എന്ന തൻ്റെ ചരിത്രാനുഭവവും അദ്ദേഹം പങ്കുവച്ചു. രണ്ടും ഇഷ്ടപ്പെട്ടില്ല രാധാകൃഷ്ണന്. അവർ ചോദിച്ചു, കുമ്മനം രാജശേഖരൻ ചോദിച്ചു, എന്ത് വിവരമാണ് ഇദ്ദേഹത്തിനുള്ളത് ഈ കാര്യത്തെക്കുറിച്ച് എന്ന്. എന്നാൽ വിവരം കെട്ടയാൾ എന്ന് BJP വിശദീകരിച്ച അതേ MT വീണ്ടും പ്രതികരിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇപ്പോഴും ദുരിതത്തിൽ തന്നെ. മുമ്പ് നോട്ട് നിരോധനത്തിൻ്റെ ദുരിതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ BJP നേതാക്കളുടെ വിവരക്കേടിൻ്റെ ദുരിതം കൂടി നാം അനുഭവിക്കേണ്ടി വന്നിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം MT അത് നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. ദേശാഭിമാനിയുടെ 1-ാം പേജിൽ MTയുടെ ചിത്രമടക്കം ആ വാർത്ത നമുക്ക് കാണുക. നോട്ട് അസാധുവാക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരായ നിലപാട് ആവർത്തിച്ച് MT വാസുദേവൻ നായർ. കറൻസി അസാധുവാക്കലിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി മാറിയിട്ടില്ല, ജനങ്ങളിപ്പോഴും ദുരിതത്തിലാണ് എന്ന് MT പറഞ്ഞു. ഡെബിറ്റ് കാർഡ്, പ്ലാസ്റ്റിക് മണി എന്നിവ സംബന്ധിച്ച് തന്നെ പോലെയുള്ള തലമുറയ്ക്ക് അക്കാര്യത്തിൽ വലിയ അറിവൊന്നുമില്ല. അതുമാത്രമല്ല, തന്നെ പോലെയുള്ള ആളുകൾക്ക് പോലും അറിവില്ലാതിരിക്കുന്ന ഈ രാജ്യത്ത് മുഴുവൻ ആളുകളെയും ഒരു ക്യാഷ്ലെസ് സമുദായത്തിലേക്ക്, പണരഹിത സമുദായത്തിലേക്ക് എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത് എന്നും അദ്ദേഹം ചോദിക്കുകയുണ്ടായി. നോട്ട് നിരോധനത്തിൻ്റെ ആഘാതങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് ലോകോത്തര സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെൻ, ഇന്ത്യക്കാരൻ, നോബൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളയാൾ, അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്. വരാനിരിക്കുന്നതേയുള്ളൂ വൻതോതിലുള്ള ദുരന്തങ്ങൾ, ഇതുകൊണ്ടൊന്നും തീരുന്നില്ല എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത്. തൊഴിൽ നഷ്ടം വൻതോതിൽ വരും, രണ്ടാം ഘട്ട ആഘാതങ്ങൾ ഉറപ്പായും സംഭവിക്കും എന്നാണ് അമർത്യ സെൻ പറഞ്ഞത്. നോട്ട് നിരോധനം നടന്ന അപ്പോൾ തന്നെ അദ്ദേഹം അതേക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങേയറ്റം അപക്വമായ ഒരു നിലപാടാണ് മോദി കൈക്കൊണ്ടിരിക്കുന്നത്, ഇത് അപകടകരമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നു, ഇപ്പോഴുള്ള അപകടങ്ങളൊന്നുമല്ല, വൻതോതിലുള്ള തൊഴിൽ നഷ്ടം വരാനിരിക്കുന്നതേയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാർത്ത ദേശാഭിമാനി ഇന്ത്യ ലോകം പേജിൽ തരുന്നു. കറൻസി നിരോധനത്തിൻ്റെ രണ്ടാം ഘട്ടാഘാതങ്ങൾ കണ്ടു തുടങ്ങിയതായി വിഖ്യാത സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ അമർത്യ സെൻ പറഞ്ഞു. സംരംഭങ്ങളും വ്യാപാരവും മുഖ്യമായി നടക്കുന്നത് പണം മുഖേനയാണ്.
പ്രത്യേകിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട സംരംഭങ്ങളിൽ പരിശീലനവും സംഘാടനവും വഴി ദീർഘകാലം കൊണ്ട് പണരഹിത ഇടപാടുകൾ സാധ്യമായേക്കും. പക്ഷേ അതിന് സമയം വേണം. ഉടൻ പഠിത്തം നടക്കുമെന്നും എല്ലാവരും കറൻസി രഹിത ഇടപാടിൽ ഏർപ്പെടുമെന്നും ഉള്ള അനുമാനത്തോടെ നീങ്ങിയതിനാൽ ജനങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ പണം അപകടത്തിലാകുകയാണ് ഉണ്ടായത്. ദി ഹിന്ദു പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. വരാനിരിക്കുന്നത് വൻതോതിൽ തൊഴിൽ നഷ്ടം വരുന്ന ഭാവി സാധ്യതയിലേക്കാണ് എന്നാണ് അമർത്യ സെൻ ഇതുമായി ബന്ധിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത്. മറ്റൊരു തമാശ വാർത്ത കൂടി ദേശാഭിമാനിയുടെ അതേപുറം ഇന്ന് നമുക്ക് തരുന്നു. 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളാണ് റദ്ദ് ചെയ്തത് എന്ന് നമുക്കറിയാം. അങ്ങനെ റദ്ദ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഇരിക്കണമെങ്കിൽ 1000 മുതൽ താഴേക്കുള്ള ഡിനോമിനേഷനുള്ള നോട്ടുകളാണ് പുതിയതായി ഇറക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇന്ത്യ സർക്കാർ ഇറക്കിയത് 2000-ൻ്റെ നോട്ടുകളാണ്. ലോകത്തെവിടെയും സംഭവിക്കാത്ത ഒരു കാര്യം. ചെറിയ നോട്ടുകൾ പിൻവലിക്കുന്നു, അല്ലെങ്കിൽ പിൻവലിക്കുന്ന വലിയ നോട്ടുകൾക്ക് പകരം അതിനേക്കാൾ വലിയ നോട്ടുകൾ അവതരിപ്പിക്കുന്ന അങ്ങേയറ്റം വിഡ്ഢിത്തം നിറഞ്ഞ കാര്യം ചെയ്ത മണ്ടത്തരം കാണിച്ച സർക്കാർ, ഇന്ത്യ സർക്കാരിനെ മാതിരി ലോകത്ത് മറ്റൊരു സർക്കാർ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴിതാ വീണ്ടും മൂഷിക സ്ത്രീയാകുന്ന കഥ പോലെ 1000 രൂപയുടെ നോട്ട് അടിക്കാൻ തീരുമാനിക്കുന്നു സർക്കാർ. കാണുക, 1000 രൂപ നോട്ട് വീണ്ടും അച്ചടിക്കാൻ നീക്കം. 2000 രൂപ നോട്ടുകൾ ചില്ലറ ക്ഷാമത്തെ തുടർന്ന് വേണ്ടത്ര ഉപയോഗപ്രദമാകാത്ത സാഹചര്യത്തിൽ 1000 രൂപ നോട്ടുകൾ വീണ്ടും അച്ചടിച്ചിറക്കാൻ റിസർവ് ബാങ്ക് നീക്കം ആരംഭിച്ചു. മണ്ടനാശയങ്ങൾക്ക് പുറകെ ഒന്നൊന്നായി നമ്മുടെ റിസർവ് ബാങ്ക് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. കോട്ടയത്ത് നടക്കുന്ന BJPയുടെ നേതൃയോഗങ്ങളുണ്ടല്ലോ, ആ നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വക ഒരു ഭീഷണി കേരളത്തിലെ CPMകാർക്ക് നൽകിയിരിക്കുന്നു. ഒരു നേതാവ് നളിൻ കുമാർ കടീൽ, വലിയ വിചിത്രമായ പേരാണ്. നളിൻ കുമാർ കബീൽ MP-യാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗഭാഗം ഇന്ന് വർത്തമാനം പുറത്ത് മലയാളം മനോരമ നമുക്ക് തരുന്നു. പിണറായിയോട് BJP അക്രമം തുടർന്നാൽ കേന്ദ്രം ഇടപെടും. കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് BJP എന്ന് പിണറായി മനസ്സിലാക്കണമെന്ന് നളിൻ കുമാർ കടീൽ MP. കേരളത്തിൽ നടക്കുന്നത് തമ്പ്രാൻ ഭരണമാണ് എന്ന് കുമ്മനവും കൂടെ നിന്ന് ഒരു 2ാം ഭാഗം ഭജന പാടുകയും ചെയ്തു. വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. കേന്ദ്രത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് BJP-യാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനസ്സിലാക്കണമെന്നും കേരളത്തിൽ BJP പ്രവർത്തകരെ ആക്രമിച്ചാൽ ഇടപെടാൻ കേന്ദ്രമൊട്ടും മടിക്കില്ലെന്നും BJP നേതാവ് നളിൻ കുമാർ കടീൽ MP പറഞ്ഞു. സംസ്ഥാന നേതൃയോഗത്തിന് മുന്നോടിയായി നടന്ന സംസ്ഥാന കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേരളത്തിൻ്റെ ചുമതലയുള്ള BJP ദേശീയ പ്രഭാരി കൂടിയായ നളിൻ കുമാർ. വലിയ വലിയ സ്ഥാനങ്ങളാണ്. ദേശീയ പ്രഭാരി എന്താണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഏതായാലും ആ പ്രഭാരി ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഈ നളിൻ കുമാർ സംസാരിച്ചത് BJP പ്രവർത്തകരോടാണ്, നേതാക്കളോടാണ്. അതായത് BJPയുടെ ഒരു മീറ്റിങ്ങിലാണ് അദ്ദേഹം അത് സംസാരിച്ചത്. സ്വന്തം പാർട്ടിക്കാരോട് അദ്ദേഹം പറയുകയാണ്, പിണറായി മനസ്സിലാക്കേണ്ടത് എന്താണ്, കേന്ദ്രത്തിലെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് എവിടെയും ഞങ്ങൾ നിങ്ങളെ തല്ലും, അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ആഭ്യന്തര വകുപ്പ് കേരളത്തിലില്ലെങ്കിൽ, കേരളത്തിൽ അവരുടെ കയ്യിലല്ലെങ്കിൽ തല്ലാനൊന്നും കഴിയില്ല എന്ന നിലയ്ക്കൊക്കെയാണ് സംസാരിച്ചത്. എങ്കിലും ഇന്ന് ദേശാഭിമാനിയുടെ 1-ാം പുറം വാർത്ത കാണുക. നേതാവ് പറഞ്ഞില്ല, ദാ അനുയായികൾ അത് നടപ്പാക്കി. ദേശാഭിമാനിയുടെ 1-ാം പുറത്ത് നിന്ന് ഒരു കൊടുങ്ങല്ലൂർ വാർത്ത നമ്മെ തേടിയെത്തുന്നു. ആ വാർത്ത ഇങ്ങനെയാണ്. ഭാരത് മാതാ മുദ്രാവാക്യം വിളിച്ചില്ല, BJPക്കാർ തൊഴിലാളിയുടെ മീശ വടിച്ചു. BJPക്കാർ പുതിയ പണി കണ്ടെത്തി തുടങ്ങി. CK പത്മനാഭനെ പോലെയുള്ള ആളുകൾ ഭിന്നാഭിപ്രായം രേഖപ്പെടുത്തിയതേയുള്ളൂ. ഇതാ BJPയുടെ അണികൾ അവർക്ക് പറ്റിയ പണി കണ്ടെത്തി തുടങ്ങി എന്ന് വേണം കരുതാൻ. BJPക്കാർ തൊഴിലാളിയുടെ മീശ വടിച്ചു എന്നാണ് വാർത്ത. ഭാരത് മാതാ മുദ്രാവാക്യം വിളിക്കാത്തതിന് തൊഴിലാളിയുടെ മീശ BJPക്കാർ ബലം പ്രയോഗിച്ച് വടിച്ചു. ചന്തപ്പുര പടിഞ്ഞാറ് കരിച്ചാങ്കുളത്ത് അമൃതാനന്ദമയി മഠത്തിന് സമീപം ചൊവ്വാഴ്ച പകലാണ് ആക്രമം. സംഘം ചേർന്നെത്തിയ അക്രമികൾ ചള്ളിയിൽ കണ്ണൻ എന്ന പാചകത്തൊഴിലാളിയുടെ മീശയാണ് വടിച്ചത്. തുടർന്ന് BJPയുടെ
കൊടിയുയർത്തി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. പാതി മീശ വടിച്ച കണ്ണൻ്റെ ചിത്രവും ആ വാർത്തയ്ക്കൊപ്പം തന്നെ ദേശാഭിമാനി നമുക്ക് തന്നിരിക്കുന്നു. ഭാരത് മാതാ കി ജയ് വിളിച്ചില്ലെങ്കിൽ അവർ ദേശവിരുദ്ധരായിരിക്കും എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിരുന്നു. ദേശീയ ഗാനം പാടിയുമ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ അവർ ദേശവിരുദ്ധരായിരിക്കും. അങ്ങനെ ദേശവിരുദ്ധരാരൊക്കെയാണ് എന്ന് തീരുമാനിച്ച് അവരുടെ മീശ വടിയാണ് പരിപാടിയെങ്കിൽ ഈ മീശ വടിക്കുന്ന ക്ഷൗരപ്രവരന്മാർ, ഒരു സിനിമാ പാട്ടിൽ പറയുന്നത് മാതിരി ക്ഷൗരപ്രവരന്മാരുടെ ഒരു കമ്മിറ്റിയായി ഈ BJP അതപ്പതിക്കുകയാണോ എന്ന് ആ പാർട്ടി ആലോചിക്കണം. ഒന്ന്, ഇതിനിടയിൽ ഭാരത് മാതായുടെ മുദ്രാവാക്യം വിളിക്കാത്തതിനാണ് മീശ അടിച്ചത് എന്ന് ഈ വാർത്ത പറയുന്നുവെങ്കിൽ, ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നതുപോലെയാണെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറന്നാൽ താൻ പാതി മീശ വടിക്കും എന്ന് കണ്ണൻ പറഞ്ഞു അത്രേ. അത് നിർവഹിക്കാത്തത് കൊണ്ടാണ് ശക്തി ഉപയോഗിച്ച് വഴിക്ക് പിടിച്ചു നിർത്തി ഇവർ മീശ വടിച്ചത് എന്ന ഒരു ആരോപണം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ശക്തി ഉപയോഗിച്ച് അങ്ങനെ ചെയ്യുന്നെങ്കിൽ വാക്ക് പാലിച്ചില്ല, അതുകൊണ്ടാണ് മീശ വടിച്ചത് എങ്കിൽ ആദ്യം വടിക്കേണ്ടത് സാക്ഷാൽ മോദിയുടെ തന്നെ മീശയാണ്. അദ്ദേഹത്തിന് മീശയില്ലെങ്കിൽ അദ്ദേഹത്തിന് തല വടിക്കണം. കാരണം അദ്ദേഹം പറയുകയുണ്ടായി, നവംബർ 8-ാം തീയതി അദ്ദേഹം പറഞ്ഞത് എന്താണ്? 50 ദിവസങ്ങൾക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ തന്നെ പച്ചയോടെ കത്തിച്ചുകൊള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞതല്ലേ. ഈ ബിരുദന്മാർ എന്തുകൊണ്ട് ദില്ലിയിൽ പോയി അദ്ദേഹത്തെ പച്ചയോടെ കത്തിച്ചില്ല? അപ്പം അതൊന്നുമല്ല, ആ വാക്കുപാലിച്ചില്ല എന്നതൊന്നുമല്ല. ഭാരത് മാതാ കി ജയ് അതൊന്നും ആയിരിക്കില്ല. പ്രധാനപ്പെട്ടത് തങ്ങൾക്ക് തോന്നിയത് തങ്ങൾ ചെയ്യും എന്ന ഏകശാസന സ്വഭാവത്തോടു കൂടിയ ധാർഷ്ട്രീയമാണ് ഇത്തരം കാര്യങ്ങളിൽ നടക്കുന്നത്. കേരളത്തിൻ്റെ അവർക്ക് സ്വാധീനമില്ല എന്ന് അവരുടെ തന്നെ നേതാവ് MP നളിൻകുമാർ പറഞ്ഞയിടത്ത് പോലും സംഘപരിവാർ ഇങ്ങനെയാണ് കൊടുങ്ങല്ലൂരിൽ പ്രവർത്തിക്കുന്നത്. ആക്ഷേപം വന്നപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് കൊടുങ്ങല്ലൂരുകാർ, കമൽ കൊടുങ്ങല്ലൂരുകാരനാണ്, ഒരു പൊതുയോഗം നടത്തി. ആ പൊതുയോഗത്തിൽ വല്ല വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുത്തു. ആ പൊതുയോഗം ചാണകവെള്ളം തളിച്ചാണ് അതിൻ്റെ അശുദ്ധി മാറ്റാൻ സംഘപരിവാർ ശ്രമിച്ചത്. അവിടെ അതേ ആളുകൾ തന്നെയാണ് മീശ വടിക്കുന്നതും. ആ അർത്ഥത്തിൽ നിലം തുടയ്ക്കുക, മീശ വടിക്കുക തുടങ്ങിയ ജോലികൾ ഏറ്റെടുത്തിരിക്കുന്നു സംഘപരിവാർ. കേരളത്തിൽ അധികാരമില്ലെങ്കിൽ അവരതൊക്കെയാണ് ചെയ്യുക എന്ന് വേണം അനുമാനിക്കാൻ. കാൺപൂരിലെ തീവണ്ടി അപകടം 148 പേർ മരിച്ച തീവണ്ടി അപകടമാണ്. അതിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ആണ് എന്ന നിലയ്ക്കുള്ള വാർത്തയാണെന്ന് പത്രലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. മലയാള മനോരമ ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു. നമുക്ക് ആ ലീഡ് വാർത്തയിലേക്ക് സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. മനോരമയുടെ ആ ലീഡ് വാർത്ത ഇങ്ങനെയാണ് MS അനൂപ് റിപ്പോർട്ട് ചെയ്യുന്നത്. കാൺപൂർ ട്രെയിൻ അപകടത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI എന്ന് ബീഹാർ പോലീസ്. കാൺപൂരിന് പിന്നാലെ നടന്ന ട്രെയിൻ അട്ടിമറി ശ്രമത്തിന് പിടിയിലായ 6 പേരിൽ നിന്നാണ് ഇത് സംബന്ധിച്ച നിർണായക തെളിവുകൾ ലഭിച്ചത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. സ്വാശ്രയ കോളേജുകൾ പ്രവർത്തിക്കുന്നത് ശരിയായ രീതിയിലാണോ കേരളത്തിൽ? അതങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന സാമ്പിളുകളാണ് നെഹ്റു കോളേജിൽ നമുക്ക് ലഭിച്ചത്, കോട്ടയം ടോംസ് കോളേജിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, ലോ അക്കാദമി തിരുവനന്തപുരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം തനി കച്ചവടമായി മാറിയിരിക്കുന്നു എന്ന് മുഖ്യമന്ത്രി നിരീക്ഷിച്ചു. ആ നിരീക്ഷണ വാർത്ത മാതൃഭൂമി അതിൻ്റെ ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. കാണുക, വിദ്യാരംഗത്ത് വിദ്യയിൽ വിവാദം, വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ സ്ഥാപനങ്ങൾ പോലും കച്ചവടത്തിൻ്റെ ഭാഗമായി എന്ന് മുഖ്യമന്ത്രി. സേവന മനസ്ഥിതിയോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ പോലും വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ഭാഗമായി എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. സ്വയംഭരണ കോളേജുകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന നടപടികളിൽ നിന്ന് സർവകലാശാലകൾ പിന്മാറണമെന്ന് ഇന്റർ ചർച്ച് കൗൺസിൽ വിമർശനത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഈ വാർത്തകൾ നമ്മോട് പറയുന്നത്. ക്ഷേമ പെൻഷൻ ഉണ്ടെങ്കിൽ ഇനി ഒരാൾക്ക് എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് നൽകുന്ന പെൻഷൻ ലഭിക്കില്ല. അഥവാ എംപ്ലോയീസ് പ്രോവിഡൻറ്റ് ഫണ്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് ക്ഷേമ പെൻഷന് അർഹതയില്ല എന്ന നിലയ്ക്കുള്ള ഒരു തരംതിരിവ് വന്നിരിക്കുന്നു. ഗൗരവതരമായ ആ തരംതിരിവിനെക്കുറിച്ചുള്ള വാർത്താ കാലികമ്പുറത്ത് കേരള കൗമുദി നമുക്ക് തരുന്നു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. EPF പെൻഷനായി തുച്ഛമായ തുക വാങ്ങുന്ന പട്ടിണിപ്പാവങ്ങളായ തൊഴിലാളികളെ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കുന്നത് വിവാദമാകുന്നു. ക്ഷേമ പെൻഷൻ വാങ്ങിയിരുന്ന 39 ലക്ഷത്തോളം പേരിൽ 5 ലക്ഷത്തോളം പേരെ ഇതിനകം
ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. ബാക്കി ആളുകളെയും ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഈ ഒഴിവാക്കൽ ശ്രമം അസംബന്ധമാണ് എന്ന് NK പ്രേമചന്ദ്രൻ MP നിരീക്ഷിച്ച കാര്യവും ഈ വാർത്തയ്ക്കൊപ്പം നമുക്ക് വായിക്കാം കേരള കൗമുദിയിൽ. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. വർഗീയത, വിദ്യാഭ്യാസം, കുട്ടികൾ എന്നീ പ്രമേയങ്ങളെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ ഒരു നിരീക്ഷണം ഇന്ന് സിറാജ് എന്ന പത്രം ഒരു ലേഖനമാക്കി അവതരിപ്പിച്ചിരിക്കുന്നു. കുട്ടികളിൽ വർഗീയത കുത്തിവെക്കരുത്. ഇളം മനസ്സ് എങ്ങനെയാണ് വർഗീയതയ്ക്ക് അടിപ്പെടുന്നത്? വർഗീയമായ ആക്രമണ സംഭവം ഇല്ലെങ്കിലും 7ാം തരത്തിൽ പഠിക്കുന്ന കുട്ടി ഒരു കൊലക്കേസിൽ പ്രതിയായി. വർഗീയത കൈമുതലാക്കിയ ഒരു കൂട്ടരുടെ ശാഖയിൽ പോകുന്ന കുട്ടിയായിരുന്നു അത്. ഈ കൂട്ടർ ഒരു ആക്രമണം പ്ലാൻ ചെയ്തപ്പോൾ ഈ ആക്രമണത്തിന് ഇരയാകേണ്ടയാൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് നോക്കാൻ അയച്ചത് ഈ കുട്ടിയെയാണ്. ആ കുട്ടി വിവരം കൊടുത്ത് അതിൽ പങ്കാളിയായി. ഒരു ഇളം മനസ്സിനെ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് നോക്കണം. ഈ നിലയ്ക്ക് വർഗീയത കുത്തിവെച്ചാൽ കുട്ടികൾ നിർമ്മല മനസ്കരാണ്. ഇളം പ്രായത്തിൽ കുട്ടികൾ പഠിക്കുന്നു. അവർ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം കഴിയുന്നവരാണ്. അവരിൽ ഒരു തരത്തിലുള്ള വെറുപ്പിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ പകയുടെയോ അംശങ്ങൾ എത്തിക്കാൻ പാടില്ല. ആ മനസ്സെപ്പോഴും നിർമ്മലമായി തന്നെ ഇരിക്കണം. ഇവിടെയാണ് മതനിരപേക്ഷതയുടെ പ്രാധാന്യം കുടികൊള്ളുന്നത് എന്ന് മർക്കസിൽ നടത്തിയ പ്രസംഗം ലേഖനമാക്കി സിറാജ് തരുമ്പോൾ പിണറായി വിജയൻ അതിലൂടെ മലയാളികളോട് പറയുന്നത് ഇനി ഇന്നത്തെ കാർട്ടൂൺ. സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരാണ്. അച്ചടക്കത്തിന് മുൻതൂക്കം നൽകുന്നവരുമാണ്. എന്നാൽ ഭക്ഷണം നേരെ ചൊവ്വേ കിട്ടിയില്ലെങ്കിലോ അവർ എന്താണ് ചെയ്യുക? ഈ കാർട്ടൂൺ കാണുക. വിശന്നാൽ സൈനികൻ ആദ്യം ആക്രോശിക്കും, തുടർന്ന് പരാതി പറയും, തുടർന്ന് അവൻ തോക്കെടുക്കും. ഈ അവസ്ഥയിൽ ഭയപ്പെടുന്ന ആർമി ചീഫിനെ സുരേന്ദർ ഹിന്ദുവിൽ കാർട്ടൂണാക്കിയിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. ബാവുൽ സംഗീതം ബംഗാൾ നാടോടി സംഗീതമാണ്. ഇന്നലെ തലസ്ഥാനത്ത് ബാവുൽ സംഗീതത്തിൻ്റെ ഒരു വലിയ സദ്യ തന്നെ നടന്നു. ഈ ചിത്രം കാണുക. ഇത് ബാവുൽ സംഗീതജ്ഞ തമോമി പരോമിത അവരുടെ ബാവുൽ സംഗീത അവതരണം മെട്രോ മനോരമ 1-ാം പുറം ദൃശ്യമാക്കിയിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ.